സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ സൂപ്പർ സ്റ്റാർ പ്ലാനിനെ കുറിച്ച് ഇന്ന് നോക്കാം. സ്റ്റാറിൻ്റെ ഏറ്റവും ഹയർ കാറ്റഗറിയിലുള്ള ഒരു പ്ലാനാണ് സ്റ്റാർ സൂപ്പർ സ്റ്റാർ പ്ലാൻ വരുന്നത്. ഈ പ്ലാനിൽ റൂം റെൻറ്റ് എനി കാറ്റഗറിയിലുള്ളത് എടുക്കാം. അതായത് ഇതിനകത്ത് നമുക്ക് ഡീലക്സ് റൂമോ സ്യൂട്ട് റൂംസോ സിംഗിൾ പ്രൈവറ്റ് എ സി റൂംസോ ഏത് വേണമെങ്കിലും നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള റൂം ക്യാപ്പിങ്ങും ഇതിൽ വരുന്നില്ല. അടുത്തതായി പ്രധാനമായി വരുന്നത് റീസ്റ്റോറേഷൻ കവറാണ്. റീസ്റ്റോറേഷൻ കവർ നമുക്ക് എത്രയാണോ സം ഇൻഷുർഡ് എടുക്കുന്നതിൻ്റെ അതിൻ്റെ അൺലിമിറ്റഡ് ടൈംസ് ആയിരിക്കും ലഭിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്ന സം ഇൻഷുർഡ് 10 ലക്ഷം രൂപയുടേതാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഹോസ്പിറ്റലൈസേഷൻ ആയിരിക്കും 10 ലക്ഷം എന്ന ലിമിറ്റ് വരുന്നത്. അതിനുശേഷം ക്ലെയിം സെറ്റിൽമെൻറ്റ് കഴിഞ്ഞ ശേഷം 24 മണിക്കൂറിനകം ആ പ്ലാനിൽ വീണ്ടും 10 ലക്ഷം രൂപ കവറേജ് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ഇത് നമ്മുടെ ഫാമിലിയിലുള്ള ആർക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ സെയിം ഇൽനെസ്സിന് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പണ്ടത്തെ ഹെൽത്ത് ഇൻഷുറൻസിൽ നമ്മൾ നോർമലി നോക്കുമ്പോൾ ഒരു കൊല്ലത്തേക്ക് ടോട്ടലി 10 ലക്ഷം രൂപയൊക്കെ ആയിരുന്നു ലഭിച്ചിരുന്നത്. ആ 10 ലക്ഷം രൂപ നമ്മളൊരു 6 മന്ത് കൊണ്ട് ഉപയോഗിച്ച് തീരുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലാൻ പ്രകാരം ആ കൊല്ലം നമുക്ക് വേറെ കവറേജസ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ എല്ലാവിധ പോളിസികളിലും മിക്ക പോളിസികളിലും നമ്മൾ കണ്ടുവരുന്നത് ഒരു സിംഗിൾ ഹോസ്പിറ്റലൈസേഷൻ എന്നുള്ള നിലയ്ക്ക് 10 ലക്ഷം രൂപ അല്ലെങ്കിൽ സം ഇൻഷുർഡ് എത്രയാണോ അതായിരിക്കും കവർ ആവുന്നത്. അതിനുശേഷം 24 hours കഴിയുമ്പോൾ വീണ്ടും ഈ കവർ കൂടുകയും വീണ്ടും 10 ലക്ഷം രൂപ നമ്മുടെ കവറേജിലേക്ക് വരികയും ചെയ്യുന്നു. ഇതാണ് സ്റ്റാർ സൂപ്പർ സ്റ്റാറിൽ നിലവിൽ ലഭ്യമായിട്ടുള്ള റീസ്റ്റോറേഷൻ. അൺലിമിറ്റഡ് ടൈംസ് ആയിരിക്കും. അടുത്തതായി നോക്കാൻ പോകുന്നത് റിന്യൂവൽ ബോണസിനെ കുറിച്ചാണ്. റിന്യൂവൽ ബോണസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്ലാൻ പ്രകാരം ക്ലെയിം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിന്യൂവൽ ബോണസ് ലഭിക്കുകയില്ല. മറിച്ച് ക്ലെയിം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ സം ഇൻഷുർഡ് എടുക്കുന്നത് അതിൻ്റെ 50% രണ്ടാമത്തെ കൊല്ലത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ടാകും. ബാക്കി 50% മൂന്നാമത്തെ കൊല്ലവും ക്യാരി ഫോർവേഡ് ചെയ്ത് കിട്ടുന്നുണ്ടാകും. അതായത് മൂന്നാമത്തെ കൊല്ലം ആകുമ്പോഴത്തേക്കും നമ്മുടെ സം ഇൻഷുർഡ് ഡബിൾ ആവുന്നുണ്ടാകും. 10 ലക്ഷം രൂപ എടുക്കുന്നവർക്ക് 20 ലക്ഷം രൂപയും 20 ലക്ഷം രൂപ സം ഇൻഷുർഡ് എടുക്കുന്നവർക്ക് 40 ലക്ഷം രൂപയുമായിട്ടും കവറേജ് ഉയർത്താനായിട്ട് സാധിക്കുന്നുണ്ടാവും. ശ്രദ്ധിക്കുക, ഈ പ്ലാൻ പ്രകാരം നമുക്ക് റിന്യൂവൽ ബോണസ് ക്ലെയിം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലഭിക്കുന്നതല്ല. അടുത്തതായി വരുന്നത് ഇതിൽ ഫ്രീസ് യുവർ ഏജ് എന്ന് പറയുന്നൊരു ഫെസിലിറ്റിയാണ്. അതായത് നമ്മുടെ പ്രായം കൂടിയാലും നമ്മൾ എടുക്കുന്ന പ്രീമിയം ബ്ലോക്ക് ചെയ്ത്, അതായത് നിലവിൽ എന്താണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് സ്റ്റേബിളായിട്ട് നിലനിർത്താൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപയ്ക്ക് ഒരു ഫാമിലി 4 പേരുള്ള ഫാമിലിയിൽ നമ്മൾ എടുക്കുമ്പോൾ വരുന്നത് 29,000 30,000 രൂപയാണെന്ന് വിചാരിക്കുക. 30,000 രൂപയാണെന്ന് വിചാരിക്കുക. ഈ 30,000 രൂപയും നമ്മളൊരു ക്ലെയിം എടുക്കുന്നത് വരെ അടുത്ത കൊല്ലവും ഈ 30,000 രൂപ തന്നെ പ്രീമിയം അടച്ചാൽ മതി. ക്ലെയിം എടുത്തു കഴിഞ്ഞാൽ ഈ ഫ്രീസ് യുവർ ഏജ് എന്ന് പറഞ്ഞൊരു പ്ലാൻ നമ്മുടെ പോളിസിയിൽ നിന്നും കട്ടാവുന്നതായിരിക്കും. ശേഷം പ്രായത്തിനനുസരിച്ചും ഇൻഫ്ലേഷൻ അനുസരിച്ചും നമ്മുടെ പ്രീമിയം കൂടുന്നതായിരിക്കും. ഇത് പരമാവധി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് 56 വയസ്സ് വരെയാണ്. അതായത് 40ാമത്തെ വയസ്സിൽ ഒരാൾ പോളിസി എടുത്ത ശേഷം 56ാമത്തെ വയസ്സിലും അദ്ദേഹത്തിന് ക്ലെയിമുകളൊന്നും ചെയ്യേണ്ടതായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി നമ്മുടെ പ്രീമിയം എത്രയാണോ 40ാമത്തെ വയസ്സിൽ അടയ്ക്കുന്നത് അതേ പ്രീമിയം തന്നെ അതേ പ്ലാനിനെ അടച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് ഈ പ്ലാനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കോ പേയ്മെൻ്റ് ആണ്. ഈ പ്ലാൻ പ്രകാരം സ്റ്റാർ സൂപ്പർ സ്റ്റാർ പ്രകാരം ഇതിൽ കോ പേയ്മെൻറ്റുകൾ ഒന്നും തന്നെ നമ്മൾ അടയ്ക്കേണ്ടതായി വരുന്നില്ല. കോ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു ഇൻഷുറൻസിൽ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന സമയത്ത് ഒരു 10 ലക്ഷം രൂപ ബില്ല് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 10% കോ പേയ്മെൻറ്റ് ഓപ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ നമ്മൾ അടയ്ക്കണം. ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും ഇൻഷുറൻസ് കമ്പനി അടയ്ക്കുന്നത്. സാധാരണഗതിയിൽ കോ പേയ്മെൻറ്റ് ഓപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രീമിയം കുറയ്ക്കുന്നതിനുള്ള ഒരു ടെക്നിക്കായിട്ടാണ്. പിന്നെ ഇതിൽ വരുന്നത് പ്രീ ഹോസ്പിറ്റലൈസേഷനും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജും ലഭിക്കുന്നുണ്ട്. ഇത് രണ്ടും റീഇംബേഴ്സ്മെൻ്റ് ആയിട്ടായിരിക്കും ലഭിക്കുന്നത്. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന ചെക്കപ്പുകളെയും കാര്യങ്ങളെല്ലാം കവേർഡ് ആവുന്നതാണ്. അതായത് ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ നമ്മുടെ ശരീരത്ത് എവിടെയെങ്കിലും ഒരു കൊഴുപ്പ് മൂലമോ മറ്റോ മുഴകൾ ഉണ്ടാവുന്നുണ്ടാവാം. ഇത് ആദ്യമേ ഒരു പെയിനായിട്ടും പിന്നീട് ഒരു മുഴയായിട്ടും രൂപപ്പെടുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ പോയി കാണുന്നുണ്ടാവും, സ്കാനിങ് എടുക്കുന്നുണ്ടാവും. അതിനുശേഷം ഇതിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നുണ്ടാവും. അതിനുശേഷം ഒരു 10 ദിവസം കഴിയുമ്പോൾ ഡോക്ടർ പറയുന്നു അഡ്മിറ്റ് ആയിക്കോളും, നമുക്കിത് ഒരു സർജറിയിലൂടെ റിമൂവ് ചെയ്യാമെന്ന് പറയുന്നു. അത്തരത്തിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഈ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എടുക്കുന്നതും നമുക്കിതിൽ കവേർഡായിട്ട് റീഇംബേഴ്സ്മെൻറ്റിൽ എടുക്കാം. അതുപോലെ തന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞതുപോലെ സർജറിക്ക് കഴിഞ്ഞ ശേഷം റിവ്യൂവിന് നമ്മൾ പോകേണ്ടതായിട്ട് വരുന്നുണ്ടാവും. ആ സമയത്ത് നമുക്ക് റിവ്യൂവിന് പോകുമ്പോൾ നോർമലി നമുക്ക് എന്താണോ
ചിലവുകൾ വരുന്നത്. അത് 180 ദിവസം വരെയുള്ള ചിലവുകളും നമുക്ക് ഇൻഷുറൻസിൽ റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഡേ കെയർ ട്രീറ്റ്മെൻ്റ് ആണ്. ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ പണ്ട് കാലങ്ങളിൽ 24 അവേഴ്സിന് മുകളിലായി നമ്മൾ എടുത്തിരുന്ന പല ട്രീറ്റ്മെൻറ്റുകളും ഇന്ന് രാവിലെ പോയി 3-4 മണിക്കൂറുകൾ കൊണ്ട് തീർത്ത് വൈകുന്നേരം വീട്ടിൽ വരാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ടെക്നോളജിയുടെ മാറ്റങ്ങൾ കൊണ്ട് ഇതെല്ലാം പുതിയ രീതിയിൽ, ആധുനിക രീതിയിലായി മാറിയിട്ടുണ്ട്. ഈ ഒരു ട്രീറ്റ്മെൻറ്റുകളെല്ലാം തന്നെ, ഫോർ എക്സാമ്പിൾ കാറ്ററാക്ട്, തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ, ഇതെല്ലാം നമുക്ക് ഈ പ്ലാനിൽ കവറേജിലേക്ക് വരുന്നതാണ്. അതായത് ഇതിന് നോർമലി നമുക്ക് 24 മണിക്കൂർ ഹോസ്പിറ്റലൈസേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് വേണ്ട. സാധാരണഗതിയിൽ എല്ലാ ഇൻഷുറൻസിനും നോർമലി നമുക്ക് 24 മണിക്കൂർ ഹോസ്പിറ്റലൈസേഷൻ നിർബന്ധമാണ് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ. എന്നാൽ ഡേ കെയർ ട്രീറ്റ്മെൻറ്റിൽ വരുന്ന കാറ്റഗറിയിലുള്ളവയ്ക്ക് നമുക്ക് നോർമലി 24 അവേഴ്സ് വേണ്ട. ഇനി അടുത്തതായിട്ട് ഹോസ്പിറ്റലൈസേഷൻ അറ്റ് ഹോമാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഹോസ്പിറ്റലൈസേഷനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ കാര്യങ്ങൾ എടുക്കുന്നതിന് നമുക്ക് സം ഇൻഷുർഡ് എത്രയാണോ, ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപ എടുക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപ വരെയുള്ളത് നമുക്ക് നോർമലി കവറേജിലേക്ക് വരുന്നുണ്ടാവും. അതുപോലെ ഈ പ്ലാനിൽ വരുന്നത് മെറ്റർണിറ്റി ബെനിഫിറ്റ് വരുന്നുണ്ട്. മെറ്റർണിറ്റി ബെനിഫിറ്റ് നമ്മളൊരു റൈഡറായിട്ടാണ് ഇതിനകത്ത് നോർമലി ആഡ് ആവുന്നത്. അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ ഇതിന് ശേഷം പറഞ്ഞു തരാവുന്നതാണ്. ഇതിനകത്ത് പിന്നെ അടുത്തതായി വരുന്നത് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റുകളാണ്. ഇത്തരത്തിൽ ആയുർവേദത്തിനും യോഗയ്ക്കും യുനാനിക്കും സിദ്ധയ്ക്കും ഹോമിയോപ്പതിക്കും ഇതിൽ കവേർഡ് ഉണ്ടാവും. നോർമലി ഇതിലെടുക്കേണ്ടത് ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ നിന്നുള്ളതായിരിക്കണം നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ സുഖചികിത്സകൾ കാര്യങ്ങൾക്കൊന്നും നോർമലി ഇതിൽ നമുക്ക് കവറേജിലേക്ക് വരുന്നില്ല. പിന്നെ നമുക്ക് മാക്സിമം നമ്മുടെ സം ഇൻഷുർഡ് എത്രയാണോ അത്ര എമൗണ്ടിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളും വരുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിനകത്ത് വരുന്നത് നമുക്ക് മെറ്റർണിറ്റി ബെനിഫിറ്റ്. നമ്മൾ നോർമലി വരുന്നത് 2 years ഓഫ് വെയിറ്റിംഗ് പീരീഡ് ആണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ആഡ് ഓൺ ആയിട്ടാണ് നമുക്ക് മെറ്റർണിറ്റി ബെനിഫിറ്റ് കവറേജിലേക്ക് വരുന്നത്. മെറ്റർണിറ്റി ബെനിഫിറ്റ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമലി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു പേയ്മെൻറ്റ് പ്രീമിയം റൈഡർ പോലെ ആഡ് ഓൺ ആയിട്ട് എടുക്കണം. ഫോർ എക്സാമ്പിൾ നമുക്കിതിൽ കിട്ടുന്നത് സം ഇൻഷുർഡിൻ്റെ 1% അല്ലെങ്കിൽ 50,000 രൂപ നമുക്ക് കിട്ടുന്നതിന് അല്ലെങ്കിൽ 1 ലക്ഷം കിട്ടുന്നതിനുമുണ്ട്. ഇത് റൈഡറായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ പ്രീമിയത്തിൽ നല്ല രീതിക്കുള്ള ഒരു ഹൈക്ക് വരുന്നുണ്ടാവും. നോർമലി 2 കൊല്ലം വെയിറ്റിംഗ് പീരീഡിന് ശേഷമായിരിക്കും മെറ്റർണിറ്റി ബെനിഫിറ്റ് നമുക്കിതിൽ കവേർഡ് ആവുക. IVF സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നമുക്കിതിനകത്ത് നോർമലി വരുന്നുണ്ട്. ഈ പ്ലാനിൽ നോർമലി കവറേജിലേക്ക് വരുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിൽ വരുന്ന റൈഡർ എന്ന് പറയുന്നത് നമുക്ക് നോർമലി കൺസ്യൂമബിൾസ് ആണ്. റൈഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ലഭിക്കാത്ത പലതും നമ്മൾ അഡീഷണലി പ്രീമിയത്തിൻ്റെ കൂടെ ഒരു ചെറിയ എമൗണ്ട് കൊടുത്ത് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തായിട്ട് നമുക്ക് ഏകദേശം കൺസ്യൂമബിൾസ് ആയിട്ടുള്ള ഐറ്റംസ് ഇൻബിൽറ്റായിട്ട് 68 ഐറ്റംസ് ഇതിനകത്ത് ഇൻബിൽറ്റായിട്ട് വരുന്നുണ്ടാവും. പിന്നെ ഇതിനകത്ത് ലിമിറ്റ്ലെസ് ലോയൽറ്റി ബോണസ് വരുന്നുണ്ട്. അതും ഒരു റൈഡറാണ്. അതായത് നമുക്ക് എല്ലാ കൊല്ലവും 100% നമ്മുടെ സം ഇൻഷുർഡ് വർദ്ധിക്കുന്നുണ്ടാവും. അത് നമുക്കൊരു റൈഡർ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മൾ വാങ്ങണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൊല്ലം 10 ലക്ഷം എന്നുള്ളത് അടുത്ത കൊല്ലം 20 ലക്ഷവും പിന്നത്തെ കൊല്ലം 30 ലക്ഷവും അങ്ങനെ അൺലിമിറ്റഡ് ടൈംസ് നമുക്ക് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ ബോണസ് എല്ലാ കൊല്ലവും ഉയർത്താവുന്നതാണ്. അതിൻ്റെ ഒരു അഡീഷണൽ എമൗണ്ട് നമുക്ക് വരുന്നുണ്ടാവും. പിന്നെ ലിമിറ്റ്ലെസ് കെയർ എന്ന് പറയും. അതായത് നമുക്ക് ജീവിതത്തിൽ ഒരു തവണ നമ്മുടെ ഈ ക്ലെയിം ബോണസ് പീരീഡിൽ നമുക്ക് എത്ര എമൗണ്ട് ആണെങ്കിലും ബില്ല് വന്നിട്ടുണ്ടെങ്കിൽ ഒരു തവണ നമുക്ക് ഇത് റെഡീം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അതിലൂടെയായിട്ട് നമുക്ക് നോർമലി കവറേജിലേക്ക് വരുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു തവണ മാത്രമായിരിക്കും നമുക്ക് ഈ അൺലിമിറ്റഡ് എമൗണ്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിനോടുകൂടി ഇതിൻ്റെ റൈഡറിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ പിന്നീട് അടയ്ക്കേണ്ടതായിട്ടില്ല. ദെൻ ഇതിനകത്ത് വരുന്നത് ക്വിക്ക് ഷീൽഡ് എന്ന് പറഞ്ഞിട്ടൊരു റൈഡർ വരുന്നുണ്ട്. മീൻസ് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള പല രോഗങ്ങളും പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല രോഗങ്ങളും, ഇപ്പോൾ ഡയബറ്റിക് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും ഹെർട്ട് ഡിസീസ് ആണെങ്കിലും ആസ്മയാണെങ്കിലും നമുക്കിതിൽ ഈ റൈഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് 3 കൊല്ലം വെയിറ്റിംഗ് പീരീഡ് ആണ് നോർമലി ഏത് എക്സിസ്റ്റിംഗ് രോഗത്തിനാണെങ്കിലും നിലവിൽ പോളിസി എടുക്കുന്നതിന് മുമ്പ് ഏത് എക്സിസ്റ്റിംഗ് രോഗത്തിനാണെങ്കിലും നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ആയിട്ട് വരുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ക്വിക്ക് ഷീൽഡ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എടുക്കുന്നതോട് കൂടിയിട്ട് 31ാമത്തെ ദിവസം മുതൽ ആ രോഗവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വരുന്നതിനോ കവറേജിലേക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ അഡീഷണൽ റൈഡർ ഓപ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് 31ാമത്തെ ദിവസം മുതൽ എക്സിസ്റ്റിംഗ് രോഗങ്ങൾ കവറേജിലേക്ക് വരുന്നത്. അടുത്തതായിട്ട് ഇതിൽ വരുന്ന ഹെൽത്ത് ചെക്കപ്പാണ്. അതും ഒരു റൈഡറായിട്ട് തന്നെയാണ് ഓപ്റ്റ് ചെയ്യേണ്ടത്. അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കൊല്ലവും നമുക്ക് ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് ഇതിനകത്ത് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ടുള്ളൊരു പേയ്മെൻറ്റ് നമുക്ക് നോർമലി ഇതിനകത്ത് വരുന്നുണ്ടാവും. പിന്നെ ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റിംഗ് പീരീഡുകളാണ്. വെയിറ്റിംഗ് പീരീഡുകൾ എന്ന് പറയുമ്പോൾ ഏത് ഇൻഷുറൻസ് പോലെയും ഇതിലും നമുക്ക് ആദ്യത്തെ 30 ദിവസം ഫുള്ളായിട്ട് നോർമൽ ആക്സിഡൻറ്റുകളായിട്ടുള്ള എല്ലാ കേസുകൾക്കുമായിരിക്കും കവറേജിലേക്ക് വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് വീണിട്ടുള്ള അപകടത്തിലോ അങ്ങനെയുള്ള അപകടങ്ങൾക്കായിരിക്കും ആദ്യത്തെ 30 ദിവസം കവറേജിലേക്ക് വരുന്നത്. ശേഷം
31-ാമത്തെ ദിവസം മുതലായിരിക്കും സീസണൽ ഡിസീസ്, ക്രോണിക് ഡിസീസ്, ക്രിട്ടിക്കൽ ഇൽനെസ് ഡിസീസ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ, അതായത് നമുക്ക് ക്യാൻസറോ ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലി 31-ാമത്തെ ദിവസം മുതലായിരിക്കും കവറേജിലേക്ക് വരുന്നത്. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള രോഗങ്ങൾ, സ്പെസിഫിക് ഡിസീസ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ സ്ലോ ഗ്രോയിങ് ഡിസീസസ്, ഇത്തരം രോഗങ്ങൾക്ക് നോർമലി നമുക്ക് 2 കൊല്ലം വെയിറ്റിംഗ് പീരീഡ് ആയിരിക്കും വരുന്നത്. ഹെർണിയ, പൈൽസ്, ഫിസ്റ്റുല, അതുപോലെ തന്നെ കാട്രാക്ക്, വെരിക്കോസ് വെയിന്, നീ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്, ഇങ്ങനെ തുടരുന്നൊരു ലിസ്റ്റുണ്ട്. ഇത്തരം രോഗങ്ങൾക്ക് സ്പെസിഫിക് ഡിസീസ് എന്നാണ് പറയുന്നത്. ഇത് പോളിസി വെയിറ്റിങ്ങിലായിട്ടുണ്ടാകും. ഇത്തരം രോഗങ്ങൾക്ക് നോർമലി 2 കൊല്ലത്തിന് ശേഷമായിരിക്കും ഏതൊരു രോഗത്തിനും കവറേജിലേക്ക് വരുന്നത്. നോർമലി ഇത്തരം രോഗങ്ങളൊന്നും ഒറ്റയടിക്ക് ഓപ്പറേഷനിലേക്ക് വരത്തില്ല. വർഷങ്ങളോളം നമ്മുടെ ഉള്ളിൽ നിന്ന ശേഷം അതിനുശേഷമായിരിക്കും ഡോക്ടർ സർജറി പറയുന്നത്. ആ സമയത്തായിരിക്കും നമ്മൾ സർജറിയിലേക്ക് എത്തേണ്ടത്. അപ്പം ഇൻഷുറൻസ് എടുത്ത ഒറ്റയടിക്ക് നമുക്ക് ഈ രോഗത്തിന് കിട്ടത്തില്ല. 2 കൊല്ലം നമുക്ക് വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ടാവും. പിന്നീടായിട്ട് നമുക്ക് വരുന്നത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകളാണ്. ഇത്തരത്തിലുള്ള പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾക്ക് നമുക്ക് 3 കൊല്ലമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. 3 കൊല്ലത്തെ വെയിറ്റിംഗ് പീരീഡിന് ശേഷമായിരിക്കും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾ കവറേജിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആസ്മ, ബി പി, കൊളസ്ട്രോൾ പോലുള്ള രോഗങ്ങൾക്ക് അതാത് പ്ലാനുകളിൽ, ഇപ്പം സൂപ്പർ സ്റ്റാർ വാല്യൂവിലാണെങ്കിലും എക്സ്ട്രാ ഒരു പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 31-ാമത്തെ ദിവസം മുതൽ കവറേജിലേക്ക് വരുന്നുണ്ടാവും. ഇത്തരം കവറേജുകൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നോർമലി പോളിസികൾ 3 കൊല്ലത്തിന് ശേഷമായിരിക്കും നമുക്ക് കവറേജിലേക്ക് വരുന്നത്. ഇതാണ് പോളിസിയെക്കുറിച്ചുള്ള നോർമൽ ഒരു വിവരണം. ഇതിന് പുറമെ ചില കാര്യങ്ങൾക്ക് നമുക്ക് പെർമനൻറ്റ് എക്സ്ക്ലൂഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് നമുക്കൊരു ഡ്രങ്കൺ ഡ്രൈവിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക്, നോർമലി നമ്മൾ എന്തെങ്കിലും വാർഫേസിൽ പോയിട്ടുണ്ടാകുന്ന അപകടങ്ങൾക്ക്, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അഡ്വഞ്ചർ സ്പോർട്സിലൂടെ ഉണ്ടായ അപകടങ്ങൾക്ക്, ഇത്തരം കാര്യങ്ങൾക്കൊന്നും, ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നമുക്ക് പോളിസി വേണമെങ്കിൽ കൃത്യമായിട്ട് അതുണ്ടാവും. ഇതിനൊന്നും നമുക്ക് നോർമലി ഇൻഷുറൻസ് കവറേജ് 1 രൂപ പോലും നമുക്ക് ലഭിക്കുകയില്ല.